ആഫ്റ്റർ മാരേജ് സംഭവ വികാസം തന്നെയാണ് അല്ലേ. കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അടിപിടികൾ ആദ്യമൊന്നും ഉണ്ടാവും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ തുടങ്ങും, വഴക്കാവും, അടിയാവും. പക്ഷെ അതൊക്കെ സൗന്ദര്യ പണക്കങ്ങളായിരിക്കും. രസകരമാണ് സംഭവങ്ങളൊക്കെ. ചട്ടിങ്കലായാൽ തട്ടിമുട്ടൊക്കെ ഇരിക്കുമല്ലോ. അപ്പൊ അതില് പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട്. ഭാര്യയും ഭർത്താവ് അടി കൂടുമ്പോൾ മിക്കവാറും ആ ഭർത്താവായിരിക്കും കുരിശിലേറാൻ പോവുക. കാരണം പണ്ടുണ്ടായ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കലിസ്റ്റ് ഭാര്യയായിരിക്കും. അവളടുത്താണ് തെറ്റെങ്കിലും ന്യായീകരിച്ച് നിൽക്കാൻ ഫസ്റ്റാണ്. പിന്നെ സമ്മതിച്ചു കൊടുക്കില്ല. തെറ്റ് പറ്റിയാലും ഞങ്ങളത് സമ്മതിച്ചു തരൂല. കാരണം ഞങ്ങളെ ദുരഭിമാനം ഞങ്ങളത് സമ്മതിക്കില്ല. അങ്ങനെ പാവം ഭർത്താവ് എന്നും കഷ്ടപ്പാടാണ്. സംഭവം നടന്നാല് പിറ്റേ ദിവസം ഭാര്യ മിണ്ടില്ല, പിന്നെ മുഖം വീർപ്പിക്കലായി. പക്ഷെ ഭർത്താവിന് ഈ നടന്ന ഒരു സംഭവം ഓർമ്മ ഉണ്ടാവില്ല. ഈ മൂപ്പര് നമ്മളെ കെയർ എന്ന് വിചാരിച്ച് നമ്മളും ഇങ്ങനെ നടക്കും. പക്ഷെ എവിടുന്ന് ആരോട് പറയാന്? മൂപ്പർക്കുണ്ടോ മനസ്സിലാവണ്? പിന്നെ അതിന്റെ പേരിൽ അടുത്ത വഴക്ക് തുടങ്ങാന്നല്ലാതെ അത് മനസ്സിലാവാൻ പോണില്ല. അപ്പൊ ഇതിനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക.